ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇപ്പം ഞാനുള്ളത് തമിഴ്നാട്ടിലാണ് കേട്ടോ. തമിഴ്നാട്ടിലൊരു ചെറിയ ഒരു തമിഴ് മൂവി വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഈ സ്ഥലം ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ തമിഴ്നാടിൻ്റേതായിട്ടൊരു കൾച്ചറും ഒരു ഒരു ഭംഗിയൊക്കെ ഉണ്ട്. അതിപ്പോൾ എന്തായാലും നമ്മളെ നാടുമായിട്ട് കുറച്ച് ഡിഫറെൻ്റ് ആണല്ലോ. എന്തായാലും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഏകദേശം ഒരു ചെറിയൊരു ഫോറസ്റ്റ് ഏരിയയിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ അവിടെ എഴുന്നേറ്റ് ഒന്ന് പുറത്തുനിന്ന് നടക്കാൻ പോയി. എങ്ങനെയുണ്ട് ആ സ്ഥലമൊക്കെ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒറ്റയ്ക്കാണ് ഒന്ന് തൊട്ടടുത്തൊക്കെ പോയിട്ടോ. അപ്പോൾ എൻ്റെ ഞെട്ടിച്ച കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അവിടെ ഒരു അമ്പലമുണ്ട്, പക്ഷേ ആ ഒരു ടൈമിൽ അത് ക്ലോസ്ഡ് ആണ്. അത് എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. ജസ്റ്റ് ഞാൻ അവിടെ പോയി ഒന്ന് നോക്കി, പക്ഷേ ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും രാവിലെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. ഒരു രക്ഷയില്ല കേട്ടോ, ചായ അടിപൊളിയാണ് അവിടെ. എല്ലാത്തിലും ഒരു ഇഞ്ചി ഇടുന്ന സ്വഭാവക്കാരാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു കരിമ്പ് ജ്യൂസ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് കോസ്റ്റ്യൂമിൽ ബ്ലൗസിൻ്റെ കുറച്ച് അളവ് മിസ്റ്റേക്ക് വന്നപ്പോൾ അത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ കരിമ്പ് ജ്യൂസ് കഴിച്ചപ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ ആ ഇഞ്ചിയുടെ ഫ്ലേവർ അതിലുണ്ടായിരുന്നു. അപ്പോൾ ചായയിൽ ഇഞ്ചി എനിക്ക് ഓക്കെ ആയിരുന്നു. കരിമ്പ് ജ്യൂസിൽ ആ ഇഞ്ചിയുടെ ഒരു ഫ്ലേവർ വന്നപ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കരിമ്പ് ജ്യൂസ് നമുക്ക് നോർമലായിട്ട് കരിമ്പ് ജ്യൂസായിട്ട് കിട്ടുന്നതായിരുന്നു എനിക്കിഷ്ടം. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, അത്രേ ഉള്ളൂ കേട്ടോ. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കയൽ, നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റാണ് കയൽ ഇത് 2 ഗ്ലാസ്സൊക്കെ വാങ്ങി കുടിക്കുന്നുണ്ടായിരുന്നു. കയലിന് അത്രയ്ക്ക് ഇഷ്ടമാണ് അത്ര കരിമ്പ് ജ്യൂസ്. പക്ഷേ ഞാൻ പറഞ്ഞ കയലിനോട് കേരളത്തിൽ നമ്മളിങ്ങനെ ഇഞ്ചി ചേർക്കില്ല, ഇഞ്ചി ഫ്ലേവർ ചേർക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ ടെക്സ്റ്റൈൽസിലേക്ക് പോയി. അപ്പോൾ കുറച്ച് റെഡിമെയ്ഡ് ബ്ലൗസസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നേരെ ലൊക്കേഷനിൽ തിരിച്ചെത്തി നമ്മുടെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇത് 2 ഗെറ്റപ്പായിട്ടാണ് കേട്ടോ ഈ ഫിലിമിൽ വരുന്നത്. അപ്പോൾ ഒരു ഓൾഡ് ഗെറ്റപ്പും ഉണ്ട്, അതേപോലെ ഒരു യങ് ഗെറ്റപ്പും ഉണ്ട്. അപ്പോൾ അത് ഒരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നി എനിക്ക്. കാരണം നമുക്ക് 2 സ്റ്റേജ് ആ ഒരു ഫിലിമിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്തോ നല്ല ഇതായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഫസ്റ്റ് ഡേ കഴിഞ്ഞു. സെക്കൻഡ് ഡേ നമുക്കിന്ന് ഔട്ട്ഡോർ ആയതുകൊണ്ട് തന്നെ വെയിൽ ഭയങ്കര ജാസ്തിയാണ് കേട്ടോ. നമ്മുടെ കേരളത്തിനേക്കാൾ കുറച്ച് കൂടി നിൽക്കും തമിഴ്നാട്. പക്ഷെ നമുക്ക് കാണുമ്പോൾ വെയിലുണ്ടെന്ന് തോന്നില്ല. എന്നാലും നല്ല ഒരു ചൂടുള്ളൊരു വെയിലാണ്. രാവിലെ തമിഴ്നാട്ടിൻ്റെ റോഡ് സൈഡ് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഇങ്ങനെ കോലും ഒക്കെ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. അവിടെ വേറൊരു വൈബാണ്. അപ്പോൾ നമ്മളിന്ന് നേരെ ഔട്ട്ഡോർ ഷൂട്ടിന് വേണ്ടിയിട്ട് പോകണം. കുറച്ച് ദൂരെയാണ്. നമ്മുടെ ഇളയരാജ സാറിൻ്റെ ഒരു നാടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ആ ഒരു നാട്ടിലേക്കാണ് നമ്മളുടെ യാത്ര. അപ്പോൾ രാവിലെ ഞാൻ പോയി ഒരു ചെറിയ ചായയൊക്കെ കുടിച്ച് ഒന്ന് ഇറങ്ങാൻ തരും. കാരണം സെറ്റിലെല്ലാവരും ഓണായി വരുമ്പോൾ എന്തായാലും ഒരു 8-9 മണിയൊക്കെ ആവും. അപ്പോൾ ഞാൻ എന്തായാലും രാവിലെ ഇറങ്ങി ഒന്ന് കറങ്ങി. അപ്പോൾ ആ സമയത്ത് എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ചെന്നപ്പോൾ നല്ല ചൂടായിട്ട് പൂരിയും കറിയൊക്കെ അവിടെ റെഡിയാണ്. എന്നാൽ പിന്നെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ച് കഴിച്ചു. ലൊക്കേഷൻ ഫുഡ് എന്തായാലും ലേറ്റ് ആവും, അതുവരെ പിടിച്ചിരിക്കാൻ പറ്റില്ല. നല്ല വിശപ്പുണ്ടായിരുന്നു. സോ നമ്മൾ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇതാണ് ഇളയരാജ സാറിൻ്റെ നാട്. അപ്പോൾ ഇവിടുന്ന് കുറച്ചുകൂടെ ഉള്ളോട്ട് പോയിട്ടാണ് നമ്മുടെ ഷൂട്ട് ലൊക്കേഷനൊക്കെ വരുന്നത്. അപ്പോൾ ഇതല്ല എൻ്റെ ഗെറ്റപ്പ്. ആ ഗെറ്റപ്പ് ഇപ്പോൾ പുറത്ത് വിടാൻ പറ്റില്ല. ജസ്റ്റ് മേക്കപ്പൊക്കെ ഇനി അവിടെ ലൊക്കേഷനിൽ പോയിട്ട് ബാക്കി ചെയ്യണം. നമ്മൾ ഡ്രസ്സ് മാത്രം ചെയ്തിട്ട് നേരെ ലൊക്കേഷനിലേക്ക് പോവുകയാണ്. ഭയങ്കര രസമുള്ള ലൊക്കേഷനാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ നന്നായിട്ട് ടാൻ അടിച്ചു. എന്നാലും വേണ്ടില്ല, നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ പോകണം കാണണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങൾ നമുക്കിങ്ങനെ ഷൂട്ടിംഗ് ലൊക്കേഷനായി കിട്ടുമ്പോൾ ഭയങ്കര രസമല്ലേ. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടു. ഒരുപാട് നല്ല സ്ഥലങ്ങളായിരുന്നു. ശരിക്കും ഫുള്ളായിട്ട് ഗ്രാമത്തിലെ ഒരു പശ്ചാത്തലം വരുന്ന കഥയാണ്. കറുപ്പുസ്വാമിയുടെ കോവിലാണ് കേട്ടോ നമുക്ക് ഷൂട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിന് ചുറ്റിപ്പറ്റിയിട്ട് തന്നെയാണ് കഥ നടക്കുന്നതും. അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. അപ്പോൾ എന്തായാലും ഫിലിം റിലീസ് ആകുമ്പോൾ ഞാൻ നിങ്ങൾക്കുമായിട്ട് ബാക്കിയെല്ലാം ഷെയർ ചെയ്യാം. പൊങ്കൽ റിയാക്ഷൻ ഒന്ന് കാണിച്ചേ. പിന്നെ ഫുഡിൻ്റെ കാര്യമാണ് ഒരു രക്ഷയില്ലാത്തത്. പൊങ്കലൊക്കെ ആയിരുന്നു. നമ്മൾ ഇത് സ്ഥിരം കഴിക്കുന്നവരല്ലല്ലോ. ഇതൊക്കെ നമ്മുടെ മലയാളി ടീമാണ് കേട്ടോ. ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് മലയാളികളായിരുന്നു. സോ അവർക്കും ഇത് അങ്ങനെ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഇത് കുറച്ച് ദിവസം നമ്മളിത് തന്നെ കഴിക്കുമ്പോൾ നമുക്കെന്തോ ബുദ്ധിമുട്ട് തോന്നും. പക്ഷെ കുഴപ്പമില്ല, വേറെ ഒന്നും അവിടെ അവൈലബിൾ അല്ല. അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റും.
ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ലൈറ്റ് പോയി പിന്നെ ഭയങ്കര കാറ്റുമാണ്. അപ്പോൾ പിന്നെ ഷൂട്ട് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ വേഗം കോസ്റ്റ്യൂമൊക്കെ ഞാൻ ചേഞ്ച് ചെയ്ത് വന്ന് കുറച്ച് പിക്സൊക്കെ എടുക്കാം എന്നുള്ള രീതിയിൽ നല്ല കുറച്ച് പിക്സൊക്കെ എടുത്തു. പിന്നെ അവരുടേതായിട്ടുള്ള കുറച്ച് പിക്സ് എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും അടിപൊളി ജോളിയായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി. സൂപ്പറായിരുന്നു. പിന്നെ ഇവൻ ഈ കടിച്ചു നിന്ന പേരയ്ക്ക അത് എവിടെ നിന്നാന്ന് ഞാൻ കാണിച്ചു തരാം. ഈ പ്രൊഡ്യൂസേഴ്സിൻ്റെ തന്നെ ഇവിടെ ഒരു വലിയ ഫാമും അതിൻ്റെ കൂടെ കുറേ പേരയ്ക്കത്തോട്ടം ഉണ്ട് കേട്ടോ. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് അത്ഭുതമായിരുന്നു. ഇവിടെ ഇങ്ങനെയും പേരയ്ക്ക വളഞ്ഞു കിടന്നിട്ട് ആർക്കും വേണ്ടേ എന്നുള്ള രീതിയിൽ അത്രയ്ക്ക് ഉണ്ടായിരുന്നു. ഞങ്ങൾ കയറി കുറേ പറിച്ചു, കുറേ കഴിച്ചു കേട്ടോ. പേരയ്ക്ക കഴിച്ച് മടുത്ത അന്നത്തെ ദിവസം. നോക്കടാ പഴുത്തിട്ടേ ആർക്കും വേണ്ടാതൊക്കെ നിൽക്കണ്. ഇത്ര പഴുത്തിട്ട് ജാമ്പയ്ക്കല്ല എന്തായിരുന്നു പേരയ്ക്ക. ഇതെന്ത് പേരയ്ക്കത്തോട്ടോ എത്ര ഉണ്ടല്ലേ. ഇപ്പൊ എത്ര പറിച്ചാ നമ്മൾ കുറെ പറിച്ചാ തിന്ന് ചാവുന്നു. എനിക്ക് പച്ച വേണം. നീറ് അടിപൊളി കേട്ടോ. ആ കൊള്ളാല്ലേ നൈസ്. ഈ തെങ്ങിനൊക്കെ എന്തിനാ നമ്പർ അടിച്ചിട്ടേക്കണേ? ചളി കണ്ടോ. ആക്ച്വലി ഇതാണ് ഇവിടുത്തെ കാറ്റ്. ഭയങ്കരമായിട്ട് കാറ്റടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ആ ഒരു വെയിലിൻ്റെ ചൂടും ഇതൊക്കെ അങ്ങോട്ട് മാറിയിട്ട് ഈ ഒരു ക്ലൈമറ്റിലേക്ക് എത്തി. ഭയങ്കര രസമായിരുന്നു. അപ്പം ഞങ്ങളുടെ കുറച്ച് ആൾക്കാരെ പരിചയപ്പെടുത്തി തരാം. ഡയറക്ടർ, പിന്നെ ഇദ്ദേഹം ആർട്ടിസ്റ്റാണ്. ലൈറ്റ് എല്ലാം ഞാൻ പോട്ടുകളെ ഇപ്പൊ പാര്. അയ്യോടാ മാധവനിങ്ങനെ ഇവരിവിടെ ഷൂട്ടിന് വന്നിട്ടുണ്ട്. റോഡിന്റെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഈ ജോസാറിനെ ഇനി അറിയാം, ഒരുപാട് അറിയാം. ശരിക്കും എന്റെ മുടി കറക്റ്റല്ലേ നെറ്റി കറക്റ്റാണ്. എനിക്ക് അത്ര നെറ്റി വോയിസ് നിനക്ക് ഈ ജോസാറിനെ ഇനി അറിയാനുണ്ടാ. നൈറ്റ് ചോറ് മതി എന്ന് പറഞ്ഞിട്ട് നല്ല കത്തിരിക്ക കുളമ്പും മുട്ട റോസ്റ്റും ചോറും അങ്ങനെ കേട്ടോ കഴിച്ചത്. കാരണം ഇവിടെ ദോശ അല്ലെങ്കിൽ ചപ്പാത്തിയൊക്കെ ആണെങ്കിലും നമുക്ക് അത്ര അങ്ങോട്ട് പിടിക്കില്ല. പിന്നെ ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ മഴതൊരു മുമ്പേ സീരിയൽ ഡബ് ചെയ്യാണ്ടായിരുന്നു ഞാൻ നാട് വിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. സോ സ്റ്റുഡിയോ തിരഞ്ഞ് ഇനി കട്ടപ്പനയിലേ ഉള്ളൂ. അപ്പം ഞാൻ രാത്രി തന്നെ പോയിട്ട് കട്ടപ്പന പോയി സ്റ്റുഡിയോ അറേഞ്ച് ചെയ്ത് ഡബ് ചെയ്യാണ്. അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ വിശേഷങ്ങൾ, തമിഴ്നാട്ടിലുള്ള അനുഭവങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും കുഞ്ഞു വീഡിയോ ആണിത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരോടും ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.